ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഇത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2. നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ സീസൺ 1 കഴിഞ്ഞ് നമ്മളിപ്പോൾ 2 എത്തിയിരിക്കുകയാണ്. അന്ന് നമ്മുടെ ഫിനാലയിൽ പാട്ട് മാത്രം ഇങ്ങനെ തലയിൽ കയറി ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സെറ്റും ലൈറ്റും ഒക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഞാനിപ്പോൾ അന്ന് ഫ്രീ ആയിട്ടൊന്ന് എല്ലാം കണ്ടത് 12K വിസ്താരം എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മുടെ സീസൺ 2 കുട്ടികൾ എന്തായാലും എൻജോയ് ചെയ്യുന്നു ഞാൻ ഉറപ്പാണ്. എന്തായാലും ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി അല്ലേ തീർത്ത ചേച്ചി? അതെ അതെ, നമ്മൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം, പിന്നെ ജഡ്ജസിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ എന്ത് സന്തോഷം അല്ല എന്താ ഇവിടെ സീസൺ 2 തുടങ്ങി അപ്പോഴും ഇതിന്റെ ചുറ്റും ഇവിടെ വേറെ കുറെ പേര് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. ഇവിടെ ഉണ്ട് ജെയ്ഡൻ, മുടിയനായ ജെയ്ഡാ. എന്തോ വന്നാട്ടെ. എനിക്കിവൻ ഇങ്ങനെ വരുമ്പോ പെണ്ണാണോ ആണാണോ എന്നൊരു സംശയം. ഒരു പാട്ട് പാടുക. ഓക്കെ, പാടാലോ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ പിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ആഹാ, ഇപ്പോഴും ആ ഭാവം അങ്ങനെ തന്നെ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 പവേർഡ് ബൈ GRB നെയ്. കാണണം. ഹായ്, ഞാൻ ഹനൂൻ അസീസ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ടോപ്പ് സിംഗർ ഫൈനൽ ഓഡീഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഞാൻ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടോപ്പ് സിംഗർ സീസൺ 1 കാണുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയും വലിയ സ്റ്റേജിൽ പങ്കെടുക്കാനും പിന്നെ ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിലൊക്കെ പാടാനും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തരൂ മകരനിലാവേ നീ ഹാരക്കോടി തരൂ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ ഹാരക്കോടി തരൂ. കാണാതെ നിന്നിതളായി മറയും മന്മഥനിൻ
അടുത്ത ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ടല്ലേ? അതെ. അതും കൂടെ പാടും. Juma 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 jumkana juma jumara juma jumara चले चलो चले चलो രാഗം പുതുരാഗം ഈ മണ്ണിൽ മാറൽ നിറയാൻ വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യഴകായി പൊഴിയാൻ രാഗം പുതുരാഗം ഈ മണ്ണിൽ മാറൽ നിറയാൻ ഹനൂസ് നീ നമ്മൾ. ഓക്കെ. ഹനൂസിന്റെ ബാക്കി ഹോബീസ് എന്തൊക്കെയാണ്? എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? വയലിന്. ഫ്രാൻസിസിന് പകരം പുള്ളിക്കാരിയെ എന്തായാലും സെലക്ട് ചെയ്തിട്ട് പാടണ്ട, ഫ്രാൻസിസ് പൊക്കോ, പുള്ളിക്കാരി വരും വായിച്ചു. അപ്പൊ മോള് നന്നായിട്ട് പാടി കേട്ടോ. മോള് നല്ല ശബ്ദം, കുറച്ചുകൂടെ ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ ഹനൂസിന് ഒന്നുകൂടെ നന്നായിട്ട് പറ്റും എന്ന് എനിക്കൊരു വിശ്വാസം. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ഹനൂനയുടെ 2 പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു സ്റ്റേജിൽ ഹനൂന ഇങ്ങനെ പാടുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ഹനൂന ഇതിനേക്കാളും ഹനൂനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മ്യൂസിക്കലി കുറച്ച് നല്ല സീസൺഡ് ആയിട്ടുള്ളൊരു സിംഗറിന് വരുന്ന ഫ്ലുവൻസി ഹനൂനയുടെ പാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ ആം കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാനില്ല അല്ലേ? പറഞ്ഞുവിടാ. അതെ. പറഞ്ഞു വിടാം, പുറത്തോട്ടേക്കല്ല അകത്തോട്ടേക്ക്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ പേര് LR സാരംഗി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. മോള് കുഞ്ഞിലെ മുതൽ പാടുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു.
അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ടോപ്പ് സിംഗറിൽ വരണം എന്നുള്ളത്. ഫൈനൽ ഓഡിഷനിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അവൾ നന്നായി പാടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മെലഡി മുകിലിൻ മകളെ എന്നൊരു പാട്ടും പിന്നെ ഫാസ്റ്റ് സോങ് അക്കുത്തിക്ക്. ജന്മനൊമ്പരമേ നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ നൈസ്. അടുത്ത ഫാസ്റ്റ് നമ്പർ അല്ലേ? ഏത് പാട്ട്? അക്കുത്തിക്കുത്താടാൻ വയ്യ. ഓക്കെ, പാടി.
പാട്ട് രണ്ടും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബട്ട് കുറച്ച് പെർഫെക്ഷൻസ്, ഇംപെർഫെക്ഷൻസ് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇത്തിരി ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ നന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ രണ്ട് പാട്ടും നന്നായിരുന്നു. ആദ്യത്തേല് ചെറിയൊരു ശ്രുതി, അത് വോയിസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശംസനീയമായ ഒരു നല്ല ശബ്ദത്തിനുടമയാണ്. മോളെ ഞങ്ങൾ ടോപ്പ് പ്രയോറിറ്റിയിൽ ഇടുകയാണ്. അതായത് പ്രാർത്ഥിക്കുക, ഇതിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മിക്കവാറും വരാൻ സാധിക്കും എന്ന് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം രക്ഷിക്കുക. ഹായ്, എൻ്റെ പേര് ബവൻ ബിജു. ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ന്റെ ഫൈനൽ ഓഡീഷനായി വന്നു നിൽക്കുകയാണ്. ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മെലഡി സോങ് പവിഴം പോൽ പവിഴാധരം പോൽ എന്ന ഗാനമാണ്. ഫാസ്റ്റ് സോങ്ങായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാണ്ടിമേളം എന്ന ഗാനമാണ്. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയും നിറവും മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. മാതളങ്ങൾ തളിർച്ചൂടിയിലെ കതിർപ്പാൽ മണികൾ കനവാർന്നതിലെ മതകൂജനമാർന്നിണ പ്രാക്കളിലെ മാതളങ്ങൾ തളിർച്ചൂടിയിലെ കതിർപ്പാൽ മണികൾ കനവാർന്നതിലെ മതകൂജനമാർന്നിണ പ്രാക്കളിലെ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുണരാ കുളിർ ചൂടി വരാ. അടുത്തേതാ പാട്ട്? ഫാസ്റ്റ് പാണ്ടിമേളം പാട്ടും കൂടി. ആഹാ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദിത്തപ്പും തകിലും നാട്ടുകൂട്ടൻ കൊട്ടിപ്പാടുന്നേ.
ബേബൻ അല്ലേ? മോൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വർഷം? 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട് സാറേ. 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. മോന്റെ ഫാമിലിയിൽ വേറെ ആരെങ്കിലും ഒക്കെ പാടുമോ? എല്ലാരും പാടും സാറേ. എല്ലാരും പാടും. അവന്റെ സ്ലാങ് പ്രത്യേക രീതിയിലാണല്ലോ, കോട്ടയം സ്ലാങ്. അതെ അതെ അതെ, എല്ലാരും പാടും സാറേ. ശരി, എന്തായാലും മോൻ പാടിയതൊക്കെ അങ്കിള് നല്ല ഇഷ്ടപ്പെട്ടു. 2 പാട്ടും നല്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ പാടി. എനിക്ക് മോന്റെ മെലഡിയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് നല്ല ലയിച്ച് പാടുന്നുണ്ട് മോൻ. എനിവേസ് നൈസ്. മറ്റേ അങ്കിൾ എന്താ പറയുന്നത്? ബെവൻ എന്തായാലും നന്നായിരുന്നു മോനെ. ആദ്യത്തെ പറഞ്ഞ പോലെ ദീപു അങ്കിൾ പറഞ്ഞ പോലെ ഫസ്റ്റ് സോങ് വളരെ നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. മിസ്റ്റർ ബി. അപ്പൊ ഇവര് കമന്റ് പറഞ്ഞു പാട്ട് നന്നായിരുന്നു, ആദ്യത്തെ പാട്ട് മനോഹരമായിരുന്നു, പിന്നെ അത് ജോൺസൺ മാസ്റ്ററുടെ കമ്പോസിഷൻ ഓർക്കസ്ട്രയും ഗംഭീരമാക്കി തന്നു. രണ്ടാമത്തെ പാട്ട് മോൻ പാടി, പക്ഷെ കുറച്ചൊരു പഞ്ചാവാം, കുഴപ്പമില്ല, എന്നാലും അതിനും രസമുണ്ട്, കാരണം നോട്ട്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി ജിങ് അടിപൊളി ജിങ് അതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് ബാഡ്, ഗുഡ്. അപ്പൊ ഇപ്പം പാടിയത് എങ്ങനെ തോന്നുന്നു? ഇന്നാവോ അതോ ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ വരുമോ എനിക്കറിയില്ല. എന്നാലും ഒരു പാടിയ ഒരു ആത്മവിശ്വാസം. എനിക്ക് കുഴപ്പമില്ല തോന്നി. സാർമാരല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇത് കേട്ടോണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമ്മൾ എന്തിനാണ് മോനെ എടുത്തെന്നൊക്കെ വിചാരിക്കും. പിന്നെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു എടുത്തേക്കാം. കൺഗ്രാറ്റുലേഷൻസ്. So congratulations, welcome to Flowers Top Singer Season 2. ഞാൻ ഷാരി, ദേവനശ്രീയുടെ അമ്മയാണ്. ടോപ്പ് സിംഗറിന്റെ ഫൈനൽ ഓഡീഷൻ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. 2 പാട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മെലഡി സ്വർണ്ണമുല്ലയും ഒരു ഫാസ്റ്റ് നമ്പർ താമരക്കുരുവിക്ക് തട്ടമിടും. അപ്പൊ ഞാൻ അടിച്ചു പൊളിച്ച് പാടിയിട്ട് വരാം.
കൊള്ളാമല്ലോ. അപ്പൊ അടുത്ത ഏത് പാട്ടാണ്? അടുത്തത് താമരക്കുരുവിക്ക് തട്ടമിട്. കൊള്ളാലോ. മോള് 2 പാട്ട് പാടി. അതില് ആദ്യത്തെ പാട്ട് ഇത്തിരി പ്രശ്നമായിരുന്നു, കുറച്ച് സംഗതികളൊക്കെ. രണ്ടാമത്തെ പാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോടെ ഡാൻസ് ആക്ഷൻസ് ആണ് അല്ലേ ദീപു? എനിക്ക് തോന്നിയത് മോളുടെ ഡാൻസ് വളരെ കറക്റ്റ് ബ്ലെൻഡിലായിരുന്നു. അതായത് ഒരിക്കലും ഡാൻസ് ഓവറായിട്ട് പാട്ടിന്റെ മുകളിൽ ശ്രദ്ധ കുറഞ്ഞിട്ടുമില്ല, എന്നാൽ വേണ്ടുന്ന അത്രയും വളരെ നല്ലതായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. എന്തായാലും എനിക്ക് മോളുടെ 2 പാട്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന്റെ ഒരു പെർഫെക്റ്റ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് എനിക്ക് വന്ന് 3 പേരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചിട്ട് അവര് മധു അങ്കിൾ പറയും അല്ലേ? ആള് വികൃതിയാന്ന് തോന്നുന്നു. വികൃതി കുറച്ചുണ്ട്. കൈ ഒടിഞ്ഞിരിക്കണാണോ? അത് ചെരുപ്പ് തന്നിട്ട് വീണതാ. അങ്ങനെയാണ്. കുറച്ചും കൂടി ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് മോളുടെ ഈ ഡാൻസും പാക്കേജൊക്കെ നന്നായതുകൊണ്ട് ഒരു പ്രയോറിറ്റിയിലേക്ക് പോവാം. അപ്പൊ മോൾ എന്തായാലും പ്രയോറിറ്റിയിലാണ്. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹായ്, ഞാൻ അഭിരാമി. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഫൈനൽ ഓഡീഷൻ വരെ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. മോൾക്ക് ഈ ടോപ്പ് സിംഗറിൽ കിട്ടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ലാസ്റ്റ് ഓഡീഷൻ വരെ എൻ്റെ മോൾക്ക് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ഫൈനൽ ഓഡീഷനിൽ ഞാൻ പാടാൻ പോകുന്നത് മെലഡിയിൽ നീലക്കുറിഞ്ഞി, പിന്നെ ഫാസ്റ്റ് സോങ് പാടാൻ പോകുന്നത് കാക്കാപ്പൂച്ച. ഞാൻ നന്നായിട്ട് പാടിയിട്ട്
നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നോ ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നോ നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ആ ആഷാഢമാസനിഷേധിനിതൻ വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു എൻ മൺകുടിൽ തേടി വരുന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നൈസ്. താങ്ക് യു. അടുത്ത ഫാസ്റ്റ് നമ്പർ അല്ലേ? അതെ. ആ പാടിക്കും. ഹേ ഹൂ ലാ 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 ഹേ ഹൂ ലാ 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 ആഹ കാക്ക പൂച്ച കുക്കര കോഴി വാ ഒട്ടകമാന മയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടി ഇതിലേ തപ്പുകൊട്ടി താളം കൊട്ടി പാടാൻ വാ അപ്പുകുട്ട ഉപ്പും കൊണ്ടു കേറാൻ വാ ആർപ്പുവിളി ആർഭാടം കൊമ്പുവിളി കൂത്താട്ടം ഹേ മനസ്സിലൊരു മാഭാംഗം തകിടധിമി ബം 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 വെറും കാക്ക പൂച്ച കുക്കര കോഴി വാ ഒട്ടകമാന മയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടി ഇതിലേ കൊച്ചുമകൻ കോതമകൻ കച്ച വാങ്ങാൻ പോയപ്പോൾ കൊച്ചിയിലെ കായലിലെ കൊച്ചനോ വീണുപോൽ കണ്ടു നിന്ന ചെമ്പരുന്ത് രാജി കൊണ്ടുപോയപ്പോൾ തെക്ക് തെക്ക് തെന്മലയിൽ കൊണ്ടുവച്ചു തിന്നുപോൽ ആ ചൊല്ലും പഴഞ്ചൊല്ലാകാം കതിരും പതിരും കലരാം ആശീലും പഴശീലാകാം പരുന്തും നരുന്തായി മറയാം ആ ചൊല്ലും പഴഞ്ചൊല്ലാകാം കതിരും പതിരും കലരാം ആശീലും പഴശീലാകാം പരുന്തും നരുന്തായി മറയാം ബരബം ബം ബം ബരബം ബം ബം ബരബം ബം ബം ബരബം. അഭിരാമി, രണ്ട് പാട്ടും കേട്ടു. ആദ്യത്തെ പാട്ടിൽ കുറച്ച് സംഗതിയും ശ്രുതിയൊക്കെ ഇത്തിരി പ്രശ്നമായിട്ടുണ്ട്. രണ്ടാമത്തെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ലോവർ പോർഷൻസ് രജിസ്റ്റർ ആയിട്ടില്ല. പരിഭ്രമം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടെ. പല്ലവി ഫസ്റ്റ് സോങ്ങിൽ പല്ലവി രണ്ട് സ്ഥലത്തും ഫസ്റ്റ് പല്ലവിയും ലാസ്റ്റ് പല്ലവിയും
അങ്ങോട്ട് ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, നോട്ട് എത്തിയിട്ടില്ല, വിഴുങ്ങുന്ന പോലെയായിപ്പോയി ചില സ്ഥലത്ത്. അത് പേടി കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. പേടിയുണ്ടായിരുന്നു? പേടിയില്ലായിരുന്നു, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. പിന്നെ ശ്രുതി ചെറുതായിട്ട് ചേരാനുണ്ടായിരുന്നു. 2 ടോൺ കേൾക്കുന്നുണ്ടായിരുന്നു വോയിസിൽ, 2 ടോൺ. കാക്ക പൂച്ച ചരണം നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി തുടങ്ങുമ്പോൾ വേറൊരു ടോണാണ് വോയിസിന്. അത് അങ്ങനെ ചെയ്യുന്നതാണോ? വോയിസ് ചേഞ്ച് തോന്നുന്നു, വോയിസിന്റെ ആ കൾച്ചറിനൊരു വ്യത്യാസം വരും. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പാട്ട് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാനുണ്ട്. ഓക്കെ. അഭിരാമിക്കുട്ടി, എന്തോ എനിക്ക് ഈ 2 ജഡ്ജസ് പറഞ്ഞത് കേട്ടിട്ടും ഞങ്ങളൊരു ഡിസ്കഷന് ശേഷവും എനിക്ക് തോന്നിയത്, ഇത് ഇപ്പം നമ്മളുടെ ഷോവിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതുവരെ വന്ന് പാടിയ കുട്ടികളുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോള് കുറച്ചും കൂടിയും ഇതെല്ലാം മോളുടെ അകത്തുള്ള സ്ഥിതിക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് വരാം. ഓക്കെ. സോ എനിവേ ഈ പ്രാവശ്യം അപ്സെറ്റ് ആവണ്ട. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. കൃഷ്ണശ്രീ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. 7th സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ മോളിങ്ങനെ ഫൈനൽ ഓഡിഷൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് സിംഗറിൻ്റെ ഫൈനൽ ഓഡിഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് മേടിച്ചു തരാമെന്ന്. ഫസ്റ്റ് ഓഡിഷൻ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. പിന്നെ 2 ഓൺലൈൻ ഓഡിഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഫൈനലിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. അപ്പോൾ ഞാനിന്ന് പാടാൻ പോകുന്നത് 2 പാട്ടുകളാണ്. കൺമണിയെ കൺമണിയെ മെലഡി റൗണ്ടിൽ, പിന്നെ ഫാസ്റ്റ് സോങ് പ്രണയമണിത്തൂവൽ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഓഡീഷനിൽ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുറേ പാട്ട് പാടിത്തരാം. See you. സബാഷ്. കരയാതുറങ്ങു നീ, കണ്ണിനു കണ്ണായി നിന്നെ വളർത്താൻ അമ്മയില്ലേ നിന്നരികിൽ, അരികിൽ അരികിൽ. ഇനി അടുത്ത പാട്ട് ഏതാ? പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ. അപ്പം നടക്കട്ടെ. കെർമാണി പുതിയ പേരിട്ടാ. പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. ഗന്ധർവഗാനമീ മഴ, ആധ്യാനുരാഗരാമഴ. ആഹാ. ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ
അരികിൽ വരുമ്പോൾ മണിനീർമഴ ആ അകലത്തു നിന്നാൽ കണ്ണീർമഴ മിണ്ടുന്നതെല്ലാം തെളിനീർമഴ ആ പ്രിയ ചുംബനങ്ങൾ പൂന്തേൻമഴ നെല്ലിമാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലെ നീർമഴ നെല്ലിമാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലെ നീർമഴ പുതുമഴ ഞാൻ ഈ മുഖം ഒരു 2 വർഷം മുമ്പ് ഈ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ കണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. ഞാനും അങ്കിളിനെ കണ്ടിട്ടുണ്ട്. അതാണ് അത് ശരി. അന്ന് വളരെ പമ്മി നിന്ന ഒരു കൃമാണി ഇപ്പൊ കോഴിക്കോട് ഒരു ഇടിവെട്ട് കൃമാണിയായിട്ട് വന്ന് തകർത്തിരിക്കുകയാണ്. താങ്ക് യു സർ. 2 വർഷം മുമ്പ് ഈ കോമ്പറ്റീഷൻ പങ്കെടുത്തിരുന്നല്ലേ? ആ അന്ന് ഞാൻ സ്റ്റാൻഡ് ബൈ ആയതിനു ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ പാട്ടുകൾ പഠിച്ചു. ആ അങ്ങനെ മിടുക്കിയായിട്ട് മോളെ ഈ 2 വർഷം ഈ ടോപ്പ് സിംഗർ ഫോളോ ചെയ്തുകൊണ്ടാണ് നന്നായിട്ട് പാടാൻ സാധിച്ചതും അതുപോലെ തന്നെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ. വെരി ആക്റ്റീവ്. അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് വേർഡ്, വെരി ആക്റ്റീവ്. നന്നായിട്ടുണ്ട് മോളെ. എത്രയാണ് പഠിക്കുന്നത്? 7th. എന്നിട്ട് ഇങ്ങനെ ഉഗ്രനായിട്ട് പാടിയല്ലോ, ഇത്രയും ചെറിയ പ്രായത്തിൽ വളരെ നന്നായിട്ട് പാടി. സീസൺ 1 ചില സിംഗേഴ്സിനെയൊക്കെ ഓർമ്മ വരുത്തണം. എന്തായാലും കലക്കി ഉഗ്രനായിട്ട് പാടി കേട്ടോ. എനിക്ക് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു സംശയമില്ല. സ്പെഷ്യലി സുജാത ചേച്ചി പാടിയ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ശരിക്കും സുചേച്ചിയുടെ എക്സ്പ്രഷൻസ് മോൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ സെലക്ഷൻ കിട്ടില്ല. അതായത് സെലക്ഷൻ കിട്ടാത്ത ആൾക്കാരെ പറയാനാണ് ദീപുവിനോട് മനസ്സിലായില്ലേ? ഞാനിവിടെ പുതിയതായിട്ട് വന്നതാണ്. സെലക്ഷൻ കിട്ടണമെങ്കിൽ അങ്കിളിന്റെ അടുത്ത് ചോദിക്കും. ആര് പറയണം ഇപ്പോഴും? അങ്കിള് പറഞ്ഞാൽ മതി. അതായത് പറഞ്ഞെടുത്ത് വെച്ച് നിർത്തിക്കോളാൻ അടുത്താണ് സംസാരിച്ചു. ഒന്നും വിചാരിക്കരുത്, വിഷമം തോന്നരുത്. ഇതുവരെ ഈ ക്യാൻസൽ ആവുന്ന ആൾക്കാർ സംസാരിക്കാൻ വെച്ച ഞാനത് മാറ്റി പറയാൻ തീരുമാനിച്ചു. ഈ പ്രാവശ്യം സെലക്ഷൻ ഞാൻ തന്നെ പറയുന്നത്. Congratulations, Molu. Congratulations, you are selected. Welcome to Flowers Top Singer Season 2. Thank you, sir. Yeah. Congratulations. Welcome to Top Singer Season 2. ഫൈനൽ ഓഡീഷന്റെ മത്സര വിസ്മയ കാഴ്ചകൾ തുടരും.